ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. പ്രാർത്ഥന ഘടനായി സ്തോത്രം. യേശുവിൻ നാമത്തിൻ്റെ പിതാവേ. കർത്താവിൻ്റെ വലിയ നാമത്തിന് നന്ദിയോട് സ്തോത്രം. ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനെയും ചർച്ചിൻ്റെ എൽഡേഴ്സിനെയും എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നിങ്ങളോട് ഒരുമിച്ച് ആരാധിപ്പാൻ ദൈവം എനിക്ക് സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വർഷം ഇങ്ങനെ ഈ സമയത്ത് ഇവിടെ വരുമെന്ന് എനിക്കൊരു പ്ലാനും ഇല്ലായിരുന്നു. കർത്താവ് തന്നെയാണ് ഇങ്ങനെ ഒരു ഇൻസ്പിറേഷൻ തന്നതും ഈ ഒരു യാത്ര ക്രമീകരിക്കാൻ ഇടയാക്കിയത്. Lord Jesus Christ himself given me an inspiration to begin a journey like this and gave me an opportunity to be in the midst of you all today. കഴിഞ്ഞ ഒരു മാസം മുമ്പുള്ള എൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു, വളരെ ക്ലേശപൂർണമായിരുന്നു. Previous few months my condition was really bad. എൻ്റെ ജീവിതം തീർന്നു എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. I was under the assumption that my life was finished. ഞങ്ങളുടെ ചർച്ചിനോട് ഞാൻ വിട വാങ്ങി ഒരു ഫെയർവെൽ പോലെയാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റിനോടുള്ള ബന്ധത്തിൽ ഞാൻ കേരളത്തിലേക്ക് പോയത്. I went to Kerala for a treatment after I delivered a farewell message to the congregation. ഒരിക്കലും ഇനി മിഷൻ ഫീൽഡിലേക്ക് ഇല്ല എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. I was under the assumption that I will never be able to come back to the mission field. എന്നാൽ എന്നെ വിളിച്ച ദൈവം, ഞാൻ സേവിക്കുന്ന ദൈവം, ഞാൻ ചിന്തിച്ചതിനേക്കാൾ അപ്പുറം ശക്തനാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ ദൈവം എന്നെ സഹായിച്ചു. But the one who called me, I came to a conclusion. He is an all powerful God, more than what I think. ഞാൻ ചുരുക്കമായിട്ട് പറയാം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തത്, എൻ്റെ രോഗത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് ഡയബറ്റിക്സ് പെട്ടെന്ന് കയറി പിടിച്ചു. According to my physical body condition, all on a sudden I was caught up with diabetes. 4 പ്രാവശ്യം ഇൻസുലിൻ എടുക്കുമായിരുന്നു. I used to take 4 times a day insulin. അവസാനം ഡോക്ടറിന് കൺഫ്യൂഷനായി. Finally doctor got confused. എന്നാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ കൗണ്ട് കുറച്ച് 2 ഇൻസുലിനാക്കി. Then doctor reduced that the period of taking insulin and reduced to 2 times a day. വീണ്ടും ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ടാബ്ലറ്റിലേക്ക് കൊണ്ടുവന്നു. Again after a week doctor reduced that to 1 tablet. ഇപ്പോൾ 10 ദിവസമായി എനിക്ക് ഹൈപ്പോഗ്ലൈസീമിയാണ്. Currently after that I faced hypoglycemia. കർത്താവ് എന്നെ ആ ഡയബറ്റീസിൽ നിന്ന് പോലും പൂർണ്ണമായിട്ട് വിടുവിച്ചു. God actually delivered completely from that diabetes. ഇന്ന് നമ്മുടെ കർത്താവ് പ്രവർത്തിപ്പാൻ ശക്തനാണ്. Our Lord is still able to deliver us from all evils today. നമ്മുടെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. For there is nothing too difficult for our Lord. നാം കടന്നു പോകുന്ന ഏത് ക്രൈസിസ് ആയാലും അതിൽ നമ്മുടെ ദൈവം നമ്മളെ വിടുവിപ്പാൻ ശക്തനാണ്. No matter what the situation we all are undergoing, but our Lord is an all powerful God to deliver us from all evils. എന്നാൽ നാം അവനിൽ ആശ്രയിപ്പാൻ കൂടുതലായി നാം പഠിക്കണം. But we need to know to trust in the Father more and more. നിങ്ങൾ ഈ രാജ്യത്ത് ദൈവത്തിന്റെ കൃപ അനുഭവിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. I believe that you all are enjoying his grace amazing way in this land. ഇന്ന് രാവിലെ ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു സന്ദേശം പെട്ടെന്ന് പങ്കുവയ്ക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. I would like to share a message from God which God gave me this morning. യേശു തൻ്റെ ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചു എന്നുള്ളതാണെന്ന് നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Lord Jesus finished whatever he was assigned to during his short stay on this earth. നമ്മുടെ ദൈവം എപ്പോഴും ഒരു ദൗത്യ നിർവഹണത്തിൽ വളരെ ശ്രദ്ധാലുവായിരിക്കുന്ന ദൈവമാണ്. Our Lord Jesus is always careful about finishing whatever we are assigned. All of our assignments, Lord Jesus is very particular about finishing the assignments. ദൈവവചനം ആരംഭം മുതൽ വായിച്ചോ നമ്മുടെ ദൈവം the God of mission എന്ന് നമുക്ക് കാണാൻ കഴിയും. From the beginning of the word we can see our God is a God of missions. ദൈവം ഒരിക്കലും വിശ്രമിക്കുന്നില്ല, അവൻ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. We cannot see our Lord Jesus is taking a rest. He is always an active and alert and working. ആ ദൈവം തന്നെ തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു ആ പിതാവിൻ്റെ മിഷൻ തുടരാനായിട്ട്. In order to continue the mission which Father God began, he sent his only begotten son to this earth. പുത്രൻ ആ മിഷൻ വളരെ വിജയകരമായി പൂർത്തീകരിച്ചിട്ട് അത്
നമ്മുടെ കയ്യിൽ നിന്ന് ഏൽപ്പിച്ചിരിക്കുകയാണ്. Son came to this earth and finished that purpose very successfully, and he has given that mission into our hands, and he left this world. നാം ഒരിക്കലും അലസരായോ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിച്ച് മുൻപോട്ട് പോകാം എന്ന് ഒരിക്കലും നാം ചിന്തിക്കരുത്. Do not ever be lazy and do not think that we can achieve this somehow. ദൈവത്തിന് വേണ്ടി നാം ചിലത് ചെയ്തുകൊണ്ടിരിക്കണം. We need to continue, do something for the work or expansion of the kingdom of God. അതിനുവേണ്ടി ദൈവം എപ്പോഴും ചിലരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. For that purpose, God always make use of certain individuals. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക. Let us turn our attention the book of John chapter 12. അതിൻ്റെ 20 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നു. I would like to read from verses 20 through 27. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാരുണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബത്സയിദക്കാരനായ ഫിലിപ്പോസിൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്നപേക്ഷിച്ചു. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്ന ഇടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. ഞാൻ എന്തു പറയേണ്ടു? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ഇപ്പോൾ ഒരു വലിയ തൻ്റെ ദൈത്വ നിർവഹണത്തിനെതിരായി നേരിടുന്ന ഒരു വലിയ ക്രൈസിസ് ആണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. We can see Jesus is trying to accomplish a mission, but he was facing a great challenge. നമുക്കറിയാം, കർത്താവിൻ്റെ ഇഹലോക ജീവിതത്തിലെ തൻ്റെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ കർത്താവിനെ വല്ലവിധേനയും തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ വലിയ വലിയ പ്രതിസന്ധികൾ കർത്താവ് നേരിടേണ്ടി വന്നു. We all are aware that from the beginning of his ministry, Jesus was always persuaded to go back and not to finish his mission completely in a fulfilling way. യേശുവിൻ്റെ സ്നാനത്തിന് ശേഷം പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തിയെന്ന് നമുക്ക് കാണുവാൻ കഴിയും. We are reading that after the baptism, Jesus was being led to the desert by the Holy Spirit. അവിടെ യേശുവിനെ പിശാച് പരീക്ഷിച്ച ഒരു ഇൻസിഡന്റ് കാണാൻ കഴിയുന്നുണ്ട്. We can see Satan came there and started to tempt or test Jesus. എന്നാൽ പിശാച് യേശുവിനെ ഒരു ദിവസമോ ഒരു പ്രാവശ്യമോ അല്ല പരീക്ഷിച്ചത്. 40 ദിവസവും യേശുവിനെ പിശാച് പരീക്ഷിച്ചുകൊണ്ടിരുന്നു. But Lord Jesus was not tempted only one day or for one occasion, but for the 40 days continually the Satan was keep tempting Jesus. എന്നാൽ ആ പരീക്ഷകളിലെല്ലാം കർത്താവ് ജയം പ്രാപിച്ചതായിട്ട് കാണുവാൻ But കഴിയുന്നു. throughout all the temptations or the test, Jesus was victoriously came out. നാം ഈ വായിച്ച ഭാഗത്ത് യേശു നേരിട്ട ഒരു വലിയ പരീക്ഷയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നത്. I brought forth an incident where Jesus was tested, a big challenge in front of him. 12-ാം അധ്യായത്തിന്റെ ആരംഭമൊക്കെ വളരെ മനോഹരമായ നറേഷൻസ് ആണ് അവിടെ കാണാൻ കഴിയുന്നത്. We can see this chapter, John chapter 12 began with a very beautiful narration. മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരു ലാസറിനെയും അവൻ്റെ കുടുംബം ജനങ്ങളെ ശുശ്രൂഷിക്കുന്ന ആ കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുന്നു. We can see a resurrected, like a person who went to die, but he was resurrected by Jesus Christ, Lazarus, and he was reclining at the table and a group of people were around him. വലിയ ആനന്ദം കൊണ്ട് നിറയപ്പെട്ട ഒരു അന്തരീക്ഷം. It was a beautiful, joyous occasion in a family. മറ്റ് സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പിന്നീടുള്ള ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നു. യേശുവിൻ്റെ ആ യെരുശലേം പ്രവേശനവും ദേവാലയ ശുദ്ധീകരണവും. But after that, compared to other gospel, this gospel of John recorded Jesus' triumphal entry to Jerusalem. അങ്ങനെ പെസഹ പെരുന്നാളിന് വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നും ജനങ്ങൾ യെരുശലേമിൽ
വന്നുകൂടിയിട്ടുണ്ട്. On that day, large crowd from different parts of Jerusalem came for that feast. അവരുടെ ഇടയിൽ ചില യവനന്മാർ യേശുവിനെ വ്യക്തിപരമായി കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Amongst that crowd, a group of Greeks were trying to see personally Jesus Christ. അവര് യേശുവിനോട് വന്ന് പറയുന്നു, യേശുവിനോട് പറയാൻ ആഗ്രഹിക്കുന്നു, ചില വിഷയങ്ങൾ ഞങ്ങൾ അങ്ങയോട് അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു, അതിനുള്ള ഓപ്പർച്യൂണിറ്റി തരണം. They were requesting an opportunity to share and ask certain questions. എന്നാൽ യേശുവിന് വെളിയിൽ നിൽക്കുന്ന യവനന്മാരുടെ ഹൃദയത്തിലെ ആ ആലോചനകൾ അവർ എന്തിനു വേണ്ടി വന്നു എന്ന് ഉള്ളിലിരുന്നു കൊണ്ട് യേശു അത് മനസ്സിലാക്കി. But Lord Jesus, he was sitting inside a place, but he knew what that group of Greeks were thinking inside their heart. അതായത് യേശുവിൻ്റെ അടുത്ത് വരുന്നവരെ വിവേചിച്ചറിയാനുള്ള ഒരു ബുദ്ധി, ഒരു കഴിവ്, ഒരു കൃപ നമ്മുടെ കർത്താവിനുണ്ടായിരുന്നു. Our Lord Jesus is able to discern or perceive a person's mental thinking. പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ഭാഗം അതാണ്. Discernment is the one character currently the church lacking. പലപ്പോഴും നമ്മുടെ നേരെ വരുന്ന വ്യക്തികളെയും സാഹചര്യങ്ങളെയും നമുക്ക് വിവേചിച്ചറിയാൻ പറ്റാതെ പോകുന്നു. Usually we tend not to discern persons who or certain group when they come across with us. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ വലിയ അപകടത്തിൽ ചാടാൻ സാധ്യതകളുണ്ട്. That's why since we lack discernment, we tend to fall to many tragedies. നമ്മുടെ ഭാവി നഷ്ടപ്പെടാൻ സാധ്യതകളുണ്ട്. Several times we usually lack our future also in a successful way. നാം കേൾക്കുന്ന സന്ദേശങ്ങളെ നാം വിവേചിച്ചറിയണം. We need to discern whatever we hear. നമ്മുടെ മുൻപിൽ സന്ദേശങ്ങൾ തരുന്നവരെ നമ്മൾ വിവേചിച്ചറിയണം. Whenever we hear from somebody from the pulpit, we need to discern them too. അതിൽ കൂടെയുള്ള ദൈവത്തിന്റെ ഉദ്ദേശത്തെ നാം മനസ്സിലാക്കണം. We need to understand the purpose of the word of God. ഇവിടെ യവനായരായ ചിലർ യേശുവിനെ കാണുവാനായിട്ട് വരും. Here a group of Greeks were coming to seek Jesus. അവരുടെ ആവശ്യം എന്തെന്നുള്ളത് ഇവിടെ വെളിപ്പെടുത്തിയിട്ടില്ല. They were not revealing what their requirement. എന്നാൽ ചില ഹിസ്റ്റോറിയന്മാർ, വേദപണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ചരിത്ര സംഭവം ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ ഓർപ്പിക്കാം. But I would like to mention, some historians mention something related to this incident in the history. അതിനു മുൻപായി യവനന്മാരുടെ ഗ്രീക്കുകാരുടെ ആ റിക്വയർമെന്റ് യേശുവിനോട് പ്രസ്താവിക്കുന്നില്ല. അതിനു മുമ്പ് തന്നെ യേശു തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്ന ഭാഗം നമുക്ക് 24-ാം വാക്യത്തിൽ കാണാൻ കഴിയും. Before the Greek asked anything to Jesus, Jesus actually talking to the disciples, and we can see that in verse 24. യേശു പറയുകയാണ്, Jesus was saying, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, truly truly I say to you, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേ ഇരിക്കും. unless a grain of wheat falls into the earth and dies, it remains alone. ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാവും. But if it dies, it bears much fruit. പിന്നുള്ള ഭാഗങ്ങൾ തൻ്റെ ജീവനെ സ്നേഹിച്ചാൽ അതിനെ നഷ്ടപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ട് ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് 27-ാം വാക്യത്തിൽ യേശു പറയുകയാണ്, പിതാവേ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, നീ എന്നെ സഹായിക്കണം. പിതാവേ എന്നെ ഈ നാഴികയിൽ നിന്ന് രക്ഷിക്കണം. അതാണ് യവനന്മാരുടെ ആവശ്യത്തിൻ്റെ മുൻപിൽ യേശു അവിടെ വെളിപ്പെടുത്തിയ തൻ്റെ മാനസികാവസ്ഥ. Here we can see, he who loves his life loses it. He was saying that, and then he was actually displaying to the Greeks by foretelling his death. വേദചരിത്രകാരന്മാർ ചിലർ ഇങ്ങനെയാണ് പറയുന്നത്. Some other historians are explaining in this manner. യെരുശലേമിൽ, പാലസ്തീനിൽ, അതുപോലെ ഗലീലയിൽ യേശു എന്ന് പറയുന്ന ഈ മഹാപുരുഷൻ ആമേൻ ജനത്തിന് വളരെ പ്രയോജനം ചെയ്യുന്നവനാണ്. In Palestine, Jesus was a good man. He was doing a lot of good deeds for the crowd. അദ്ദേഹം ഒരു രാജ്യത്തിൻ്റെ നല്ല ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരിക്കാൻ യോഗ്യതയുള്ളൊരു വ്യക്തിയാണ്. Some people were mentioning that this man was really a good man and he is so eligible to be a cabinet minister of a group. കാരണം യേശു ആ രാജ്യത്തിൻ്റെ എല്ലാ അരാജകത്വങ്ങളും മാറ്റാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്.
They were saying that Lord Jesus was sufficient and able to remove all the uncleanness from the group. അദ്ദേഹം രോഗികളെ സൗഖ്യമാക്കുന്നു, He is able to heal the sick. കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുന്നു. He is healing and purifying the lepers. യേശു സഫിഷ്യന്റ് ആഹാരം ജനത്തിന് He was കൊടുക്കുന്നു. providing sufficient food for everyone. അപ്പോൾ സോഷ്യോ എക്കോണമിക് ഡെവലപ്മെന്റിനോടുള്ള ബന്ധത്തിൽ നോക്കുമ്പോൾ ഇദ്ദേഹം ഒരു രാജ്യത്തിന്റെ നല്ല പദവി അർഹിക്കാൻ യോഗ്യനായ വ്യക്തിയാണ്. He was so eligible because if you look at the socio-economic matters, he was so much sufficient to provide everything appropriately. രാജ്യത്തിന്റെ മൊറാലിറ്റി സൂക്ഷിക്കാൻ കഴിവുള്ളവനാണ്. He was so much able to come take care of the morality of the society. പക്ഷേ യേശുവിന്റെ ജനത യേശുവിന് ഒരു അപ്രീസിയേഷനും കൊടുക്കുന്നില്ല. But the group of people who is never giving Jesus any appreciation. യേശുവിനെ ജനങ്ങൾ കല്ലെറിയുന്നു. But the group whom he belonged to, they are stoning him. ഇത്ര നല്ല ഒരു മനുഷ്യനെ, ഇത്ര കഴിവുള്ള ഒരു മനുഷ്യനെ ജനം വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത്. Such an able man, such a well-mannered man, he was considered really in a bad way his own group and family. ഇദ്ദേഹം ഞങ്ങളുടെ രാജ്യത്ത് വന്നിരുന്നെങ്കിൽ നല്ലൊരു പദവി കൊടുത്ത് അദ്ദേഹത്തെ മാനിക്കാമായിരുന്നു. Greek was saying that if he could have come to our land, we would have given him a best cabinet position. മാനുഷികമായി ചിന്തിച്ചാൽ യേശു അങ്ങോട്ട് വശീകരിക്കപ്പെടാൻ സാധ്യതകളുണ്ട്. If we think in a manual way, we come to know Jesus must have tempted to go and join that group. എന്തിനു വെറുതെ ഇവിടെ നിന്ന് കല്ലേറേൽക്കണം? Why do I need to suffer for no matter or for no reason I have been suffering in this group? യേശു തൻ്റെ മുൻപിൽ ഒരു വലിയ സന്തോഷം കണ്ടുവെന്നാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്. Hebrews we can see he foresaw great joy before him, set before him. പക്ഷേ ആ സന്തോഷം കണ്ട യേശു സന്തോഷത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി അവൻ ക്രൂശ് മരണത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ അവൻ എംബ്രേസ് ചെയ്യാൻ, ക്രൂശിനെ സ്വീകരിക്കാൻ, ക്രൂശ് മരണത്തെ സ്വീകരിക്കാൻ യേശു എപ്പോഴും ഒരുക്കൊള്ളവനാണെന്ന് കാണാൻ കഴിയുന്നു. But we can see he was actually ready to face crucifixion because he knew what is ahead. അപ്പോൾ യേശുവിൻ്റെ ഓരോ നിമിഷങ്ങളും യേശു ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു സ്ഥാനമോ മാനവോ പദവിയോ അങ്ങനെയുള്ള ഒരു കംഫർട്ടുമല്ല. പ്രത്യുത യേശുവിൻ്റെ ഒരേ ഒരു ലക്ഷ്യം അവൻ ആ ക്രൂശ് മരണം അത് വരിക്കണം എന്നുള്ളതൊന്ന് മാത്രമാണ്. No matter what the positions or the possessions which were offered to Jesus, Jesus was not at all concentrated on that. He was fully aimed at the crucifixion and the suffering waiting for him because in order to save you and I. പക്ഷേ യവനായരുടെ ഓഫറിംഗ് എന്ന് പറയുന്നത് നീ ഇങ്ങനെയൊന്നും കഷ്ടപ്പെടേണ്ട കാര്യമില്ല, നീ ഞങ്ങളുടെ രാജ്യത്ത് വരിക, ഞങ്ങളുടെ രാജ്യത്തെ രാജാവാക്കി മാറ്റാം. But Greeks were saying that do not suffer this type of pain. If you come to our land, we will make you the king. ഈ ഒരു വലിയ വേദനാപൂർണമായ ഒരു പരിതസ്ഥിതിയിൽ യേശു എത്തുകയാണ്. This is the current situation where Jesus came to now. എന്ത് ചെയ്യണം ഈ ഒരു സന്ദർഭത്തിൽ? എന്ത് ചെയ്യണം? He was a little bit perplexed or confused what I need to do at this moment. എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ക്രൂശ് മരണത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടണമോ അതോ ഞാൻ ഗ്രീക്കിലേക്ക് കടന്നു പോകണമോ അതോ ഞാൻ ക്രൂശ് മരണം വരിക്കണമോ? He was thinking that whether I need to take up the position which is offered by the Greeks or do I need to go and suffer the crucifixion and go in that way. നല്ല ഓഫറാണ് യേശുവിന് വന്നിരിക്കുന്നത്. Jesus got a really good offer. എന്നാൽ യേശു എങ്ങനെയാണ് ഈ സാഹചര്യത്തെ അവൻ അതിജീവിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. But we can see here how Jesus faced that situation. യേശുവിന്റെ മുൻപിൽ ഒരു വലിയ മിഷൻ പിതാവ് വെച്ച് കൊടുത്തിരിക്കുകയാണ്. Father God put a big mission in front of Son Jesus Christ. ഇപ്പോൾ ആ മിഷനിലേക്ക് ആ കാലുകൾ എടുത്തു വെക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് പുറകോട്ട് പോകുക, അതിനുള്ള നല്ല ചാൻസ് യേശു ഫേസ് ചെയ്യുകയാണ്. Currently he is facing a really good situation whether he can step forward or decline that and step backward. യേശു ഇതിനെ അതിജീവിച്ചത് ഒന്നാമത് തന്നെ സമീപിച്ച വ്യക്തികളെ ദൂരത്ത് നിന്ന് വിവേചിക്കുവാൻ മനസ്സിലാക്കുവാൻ യേശുവിന് കഴിഞ്ഞു. How did he face the situation? First and foremost, he discerned the people who was approaching him. ദൈവമക്കളെ, ഈ ലോകം നമുക്ക് യോഗ്യമല്ല.
my dear fellow members, that this world is not suitable for us. നാം നമ്മുടെ കർത്താവിനെ കണ്ടുമുട്ടിയവരാണ്. We all met our dear Lord and Savior Jesus ഒരു Christ. നിത്യമായ പ്രത്യാശയാൽ നാം നിറയപ്പെട്ടവരാണ്. We are all filled with an eternal living hope. എന്നാൽ ഈ ലോകത്തിൽ ഓരോ നിമിഷവും നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മളെ പിന്തിരിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ ഫേസ് But ചെയ്തുകൊണ്ടിരിക്കുന്നത്. we are facing every day or every moment to decline or to remove our tendency to love Jesus. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, നിങ്ങൾ കാലങ്ങളെയും സമയങ്ങളെയും അറിയാത്തവരല്ലല്ലോ, വിവേചിപ്പാൻ നിങ്ങൾക്ക് കഴിവുണ്ട്. That's the reason Paul was saying that you are able to reckon the numbers of the days and hours. നമ്മുടെ കാലങ്ങളെക്കുറിച്ച് നമ്മുടെ സാഹചര്യങ്ങളെക്കുറിച്ച് നാം നന്നായി മനസ്സിലാക്കണം. We need to understand or consider our hours or the days or the number of days ahead of us. സമയം ഇനി അധികമില്ല എന്നറിഞ്ഞ് പിശാച് അതിവേഗം തന്റെ മിഷൻ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. Time is lacking. Time is really short. That's why the devil or Satan is working continuously. വല്ല വിധേനയും ദൈവത്തിന്റെ സഭയുടെ വളർച്ച തടയണമെന്നാണ് പിശാച് ആഗ്രഹിക്കുന്നത്. Satan was trying to destroy the work of the hand of God or destroy the kingdom somehow. That's why he is 24/7 working and is on alert. സഭയുടെ ആത്മീക കണ്ണിനെ കുരുടാക്കുക എന്നുള്ളതാണ് പിശാചിന്റെ പ്രധാന മോട്ടീവ്. The motive of Satan is to blind the eyes of the church. അതിന് നമ്മളെ അവൻ ആത്മീകമായ മന്ദീഭവിച്ച അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. So Satan was tempting to make us lazy. നമ്മളെ ശീതോഷ്ണാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. Satan wanted us not to be hot or not to be cold. ലവോദിക്ക സഭയുടെ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. Making all churches to be like a Laodicea church. എന്നാൽ പൗലോസ് പ്രത്യേകം വാണിംഗ് കൊടുക്കുന്നുണ്ട്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയാം. But Paul was very clearly mentioning that towards the last days, Peter was saying really bad days is ahead. മനുഷ്യർ സ്വസ്നേഹികളാകുകയാണ്. The people are lovers of themselves. ആമേൻ. മനുഷ്യന്റെ മനസ്സിന് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. People's mentality keeps changing. ഏറ്റവും വലിയ ദുർഘട അവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യർ ഉഗ്രന്മാരായി മാറുന്നു എന്നുള്ളതാണ്. The greatest problem is human being becomes really wicked. ആരെയും അംഗീകരിക്കാത്ത ഒരു തലമുറ. They are not actually acknowledging any authority. ഉപദേശം കേൾക്കാൻ അതേ തയ്യാറല്ലാത്ത ഒരു തലമുറ. They are not at all ready to heed any advice. ദൈവവചനത്തിന് ചെവി കൊടുക്കാത്ത ഒരു തലമുറ. They are not at all ready to listen the word of God. ദൈവസഭയുടെ ആവശ്യം അറിയാത്ത ഒരു തലമുറ. They are not at all ready to know the need of a church. വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും ആത്മീയ അധികാരങ്ങൾക്ക് കീഴ്പ്പെടാത്തവരും ദൈവവചനത്തോട് മറുതലിക്കുന്നവരുമായ ഒരു തലമുറ എഴുന്നേറ്റ് വരികയാണ്. We can see a last generation, they were lovers of themselves and they were disobedient to parents and they were actually retaliating every word of God. ഇതിലൂടെ എല്ലാം സംഭവിക്കുന്നത് ദൈവത്തിന്റെ മിഷനിൽ നിന്ന്, ദൗത്യത്തിൽ നിന്ന് നമ്മളെ അകറ്റുക എന്നുള്ളതാണ്. Throughout all this we can see one thing: Satan's aim is to remove us from the accomplishing the mission. എന്നാൽ കർത്താവിന് ഇത് ശരിയായിട്ട് മനസ്സിലാക്കാൻ കഴിവുണ്ടായിരുന്നു. But Lord Jesus was able to discern this very clearly. അതുകൊണ്ടാണ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം സഭയ്ക്ക് ദാനം ചെയ്തിരിക്കുന്നത്. That is the reason Son Jesus Christ actually provided an ever-present help in times of trouble. The Holy Spirit is the provider for each one of us. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായം നമ്മൾ ഓരോ ദിവസവും ആവശ്യപ്പെടണം. Each day we need to ask the help of the Holy Spirit every day, every moment. അവൻ നമ്മെ സകല സത്യത്തിലും വഴി നടത്തും. Holy Spirit is ready to lead us in all truth. അവൻ നമ്മുടെ ബലഹീനതയിൽ തുടനിൽക്കുന്നവനാണ്. He will actually help us to sympathize with our weaknesses. അവൻ നമ്മെ എൻകറേജ് ചെയ്യുന്നവനാണ്. അവൻ നമ്മെ എംപവർ ചെയ്യുന്നവനാണ്. He is empowering us and encouraging us to move forward. രണ്ടാമത്, യേശുവിന് തന്റെ ദൗത്യത്തെക്കുറിച്ച് നല്ല ബോധമുണ്ടായിരുന്നു. The second thing is Lord Jesus was very well aware of his mission. യേശുവിനറിയാം ഈ 3.5 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം താൻ ഒരു വലിയ വീണ്ടെടുപ്പിന്റെ ശുശ്രൂഷയുടെ പൂർത്തീകരണമാണ് ചെയ്യാൻ പോകുന്നത്. Lord Jesus was very well aware that after this 3.5 life on this earth, he was going to a big redemptive work on this earth. ആദാമിന്റെ പാപത്താൽ ദൈവസാന്നിധ്യത്തിൽ നിന്നും അകന്നുപോയ
ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് അകന്നുപോയ സകല സൃഷ്ടികളെയും വീണ്ടെടുത്ത് പഴയ അവസ്ഥയിലേക്ക്, ദൈവം ഉദ്ദേശിച്ച അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാനുള്ള ആ ദൗത്യം യേശുവിൻ്റെ കയ്യിലാണെന്നുള്ളത് യേശുവിന് നന്നായിട്ട് അറിയാമായിരുന്നു. Jesus Christ is well aware what is his purpose to come on this earth as a human being in order to redeem you and I from the wretched hand of Satan. നമ്മുടെ കയ്യിൽ ദൈവം വലിയൊരു ദൗത്യം തന്നാണ് ഇവിടെ We are also being given a great commission. സഭയിലെ വിശ്വാസികളുടെ എണ്ണം 5, 10, 15, 5000, 5 ലക്ഷവും 15 ലക്ഷം ആയിക്കൊള്ളട്ടെ, നമ്മുടെ മേൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്. No matter what the crowd of the church, whether it can be multitudes, but still there is a mission, commission to each one of us. God had only one son, he sent him as a missionary. Amen. God has only one son, and he sent that one and only begotten son as a missionary. So the mission with vision is a missionary. Amen. Mission with a vision is equal to a missionary. Vision without mission is a drudgery. Amen. Vision without a mission is a drudgery. Vision without the mission without vision is a vision without mission is a visionary. Vision without a mission is a visionary. ചിലര് ദൗത്യങ്ങളൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. Usually some people tend to dream about their mission. അവരൊന്നും പ്രവർത്തിക്കത്തില്ല. They don't do anything. ചിലരുണ്ട് പ്രവർത്തിക്കും, പക്ഷേ വിഷൻ ഇല്ല. There are certain people who try to do a lot of things, but they don't have any clear vision. എന്നാൽ നമ്മുടെ ദൗത്യവും ദർശനവും ഒന്നിച്ചു പോകണമെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ഒരു മിഷനറി ആയിട്ട് നമുക്ക് ഈ ഭൂമിയിലായിരിക്കാൻ കഴിയുള്ളൂ. But we need to go hand in hand mission and vision. Then only we will be a successful missionary. യേശുവിന്റെ ദൗത്യത്തെക്കുറിച്ച് യേശുവിന് നല്ല ബോധ്യം ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ ഈ സാഹചര്യത്തിൽ അവൻ വിജയം പ്രാപിച്ചു. Lord Jesus knew very well what was his mission. That's why he was successfully completed his mission. മൂന്നാമത് യേശുവിന്റെ ആ ദൗത്യം പൂർത്തീകരിക്കപ്പെടുന്നതിന് യേശു ചെയ്തത്, യേശുവിന്റെ പ്രതിസന്ധിയിൽ അവൻ പിതാവിന്റെ സഹായം തേടി. The third thing why our Lord Jesus was successful, because during the time of difficulty he went and pleaded the help of his father. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, ദൈവിക ഉദ്ദേശത്തിലേക്ക് മുൻപോട്ട് പോകാൻ കഴിയാതെ വരുമ്പോൾ, നാം നമ്മുടെ പിതാവിന്റെ സഹായം തേടാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. A Holy Spirit always encourages us to seek the help of the Father whenever we face any difficulties during our life. അത് നമ്മുടെ ആത്മീയവും ഭൗതികവും ശാരീരികവും മാനസികവും നാം കടന്നു പോകുന്ന ഏത് സാഹചര്യങ്ങളുടെ മുൻപിൽ നമ്മുടെ ശക്തി ക്ഷയിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന, പിതാവേ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്തു പറയേണ്ടു പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് യേശു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. Here we can see whether it is a physical, spiritual, mental or any difficulty come into our life, we have to follow the same exact pattern our Jesus did. Here we can see when Jesus' soul has become troubled, he said, Father, save me from this hour, but for this purpose I came to this hour. യേശുവിന്റെ ഇപ്പോഴത്തെ നിസ്സഹായതയും യേശുവിന്റെ ഇപ്പോഴത്തെ നിലവിളിയും തൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും വ്യക്തിപരമായി ഈ ഭൂമിയിലെ ഒരു ആവശ്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി അല്ലായിരുന്നു. Here we can see Lord Jesus was not asking help for a personal benefit. നമ്മെ പോലെ ഉള്ളവരെ ഈ സ്ഥലത്ത് കൊണ്ട് എത്തിക്കുന്ന മിഷൻ ആയിരുന്നു നമ്മുടെ യേശുവിന്റെ മിഷൻ. Our Lord Jesus had a vision in order to save you and I. That was the vision, and for that vision to fulfill he had a mission. വിവിധ കാലങ്ങളിലായി കർത്താവ് അനേക ദൈവദാസന്മാരെ മിഷൻ കൊടുത്ത കർത്താവ് പലയിടങ്ങളിലേക്ക് അയച്ചു. In the past, in different occasions, God had given different visions to different men of God and sent them for specific missions in different areas. എൻ്റെ ജീവിതത്തിലും ഒരു ലോകപ്രകാരമുള്ള ഒരു ജോലിക്കാരനായി ഞാൻ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. In my personal life also, once I was living as an ordinary human being with a worldly mission. എന്നാൽ എൻ്റെ 30ാമത്തെ വയസ്സിൽ എൻ്റെ കർത്താവ് തൻ്റെ ദൗത്യവുമായി എൻ്റെ അടുത്ത് വന്ന് എന്നെ വിളിച്ചു. But at the age of 30, Lord Jesus came with a clear mission and called me for a mission. കർത്താവ് സ്പെസിഫിക്കലി ഇന്ത്യ, ഒറീസ, ബർഹാംപൂർ എന്നുള്ള സ്ഥലം സ്പെസിഫിക്കലി കർത്താവിനെ കാണിച്ചു. Lord Jesus very clearly showed the map of Orissa. അതിനെക്കുറിച്ച് പലർക്കും അറിയാം. You may all
may well aware of that. 1996 ജൂൺ മാസം 17 ഞങ്ങൾ ആ സ്ഥലത്ത് ചെന്ന് കാലുകുത്തി. In 1996, July 17, we went and placed our feet into the land of Orissa. സാഹചര്യങ്ങൾ ഒരിക്കലും അനുകൂലമല്ലായിരുന്നു. The circumstances were not at all in a good manner. ഏകാന്തത, ശാരീരിക അസ്വാസ്ഥ്യം, മാരക രോഗങ്ങൾ, അതുപോലെ തന്നെ പ്രതികൂലങ്ങൾ, എതിർപ്പുകൾ, മരണകരമായ ആപത്തുകൾ, പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. We faced several objections like sicknesses and different problems. We faced different difficult situations throughout the journey. അവിടെയെല്ലാം പിതാവിനോട് നിലവിളിക്കാനിടയായി. Throughout all, I tried to cry out to Father. ഞങ്ങൾ 1997 ഓഗസ്റ്റ് മാസം 3 സഭ ആരംഭിക്കുന്നത്. In 1997, August 3rd, we began a church. അന്നത്തെ വിശ്വാസികൾ, ഞാൻ പാസ്റ്റർ, മേഴ്സി വിശ്വാസി. At that church, actually, I am the pastor and my wife was the member of that congregation. ഞങ്ങളൊരു സഭായോഗത്തിന്റെ എല്ലാ കാര്യങ്ങളും അന്ന് അവിടെ നിറവേറ്റി. We actually conduct a church like a Sunday worship service. Everything we completed with both Mercy sister and I myself. അന്ന് സ്തോത്രാഴ്ചയും എടുത്തു. അന്ന് 15 രൂപ സ്തോത്രാഴ്ച കിട്ടി. Even I took offering also. I received 15 rupees that day. മനസ്സിനെ തളർത്തി കളയുന്ന ഒരുപാട് സാഹചര്യങ്ങൾ കടന്നു വന്നു. Many times I faced really discouragement. ഒരാത്മാവിന് വേണ്ടി 21 ദിവസം ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. In 21 days we fasted and prayed for at least a soul. 21 മാസം. 21 months we prayed for the salvation of one soul. 21 മാസം കഴിഞ്ഞാണ് ആദ്യത്തെ ആത്മാവിനെ കിട്ടുന്നത്. After 21 months we received a soul. വീണ്ടും ദൈവസന്നിധിയിൽ കാത്തിരുന്നു. Again we waited on the Lord. ഒരു വർഷം 150 ദിവസം മാത്രമേ ഞാൻ ആഹാരം കഴിക്കത്തുള്ളായിരുന്നു. In a year I usually tend to eat at least half 150. ഞങ്ങളുടെ പ്രധാന ജോലി ഉപവാസവും പ്രാർത്ഥനയും. Our main mission was fasting and praying and fasting and praying. പിന്നീട് സമയം ലഭിക്കുമ്പോഴൊക്കെ വെളിയിൽ തനിയെ പോയി ട്രാക്റ്റുകൾ കൊടുക്കുമായിരുന്നു. Whenever I received opportunity and I had time, I usually used to distribute tracts around that area. 300-500 ട്രാക്റ്റുകളൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് ബസ് സ്റ്റാൻഡിലും ജംഗ്ഷനിലൊക്കെ പോയി നിന്ന് വിതരണം ചെയ്യും. Usually I take 300 to 500 tracts and I usually visit bus stations or rail stations and distributed these tracts. ഈ ട്രാക്റ്റ് കൊടുക്കുമ്പം മനസ്സ് ഭയങ്കരമായിട്ട് ഭയം കൊണ്ട് വിറയ്ക്കുമായിരുന്നു. Whenever I distribute the tracts, I was really afraid. I was shaken with fear. കാരണം ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഉത്തരം പറയാനായിട്ട് ലാംഗ്വേജ് ഇല്ല, ഒറിയ ലാംഗ്വേജ് ഇല്ല. Because I was unaware of the language of that native place that called Oriya. That was I was unable to speak well. സഭായോഗത്തിന് വന്നിട്ട് പായിൽ ഓരോ സ്ഥലത്തും കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവേ, ഇവിടെ ഇരിക്കാൻ ആളിനെ തരണേ, ഇവിടെ ഇരിക്കാൻ ആളിനെ തരണമേ, ഇവിടെ ഇരിക്കാൻ ആളിനെ തരണമേ. I usually put a lot of mats on the floor and touch each places, and I asked God, Father God, please fill this place with a soul, please fill this place with a soul. Like that I touched all the places and claimed for more souls. 420 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ആ ഹോളിൽ ഞങ്ങൾ അവസാനമായി 220 പേര് വരെ തിങ്ങിയിരിക്കത്തക്കവണ്ണം ഒരവസ്ഥയിലേക്ക് ദൈവം കൊണ്ടുവന്നു. Then God enlarged our congregation. Only 420 square feet place, 330 people gathered there, and there was not enough room now to worship. ഇന്ന് സിറ്റിയിൽ 300-ൽ പരം വിശ്വാസികളുള്ള ഒരു സഭ എഴുന്നേൽക്കുവാൻ ദൈവം സഹായിച്ചു. Today in the city of Orissa, there is 300 plus believers are joining our congregation. ഏതാണ്ട് 21 സൺഡേ ചർച്ചുകൾ ഇപ്പോൾ നടന്നു വരുന്നു. Around 21 churches also born into that places. 85 ഗ്രാമങ്ങളിൽ അതേ ഹൗസ് ചർച്ചസ് ആരംഭിക്കാൻ ദൈവം സഹായിച്ചു. 85 villages there are currently several house churches are going on. കഴിഞ്ഞ 29 വർഷം കൊണ്ട് ആമേൻ ഏകദേശം 120 പേരെ ട്രെയിൻ ചെയ്ത് മിഷൻ ഫീൽഡിലാക്കുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. For the past few years I trained almost 120 ministers and sent to the battlefield. ഇപ്പോൾ ഏകദേശം 25 മിഷണറിമാർ കൂടെ പ്രവർത്തിക്കുന്നു. Currently approximately 25 plus missionaries are working with me. ഇതിനോടുള്ളിൽ ഞങ്ങൾ രണ്ടുപേരും മരണകരമായ പല ആ രോഗങ്ങളിൽ കൂടെ കടന്നുപോയി. During this time we both myself and my wife went through different dangerous sicknesses. 12 പ്രാവശ്യം മരണത്തെ ഞങ്ങൾ മുഖാമുഖമായിട്ട് കണ്ടു. Almost 12 times I faced death face to face.
ഒരു നല്ല ട്രീറ്റ്മെന്റ് ലഭിക്കപ്പെടുന്ന സ്ഥലമല്ലായിരുന്നു ഞങ്ങളുടെ സ്ഥലം. The place where I am residing, there was not a good hospital. ആ സ്ഥലത്ത് സ്വർഗത്തിലെ ദൈവത്തിന്റെ സഹായം മാത്രമായിരുന്നു ഞങ്ങളുടെ സഹായം. That place only the God of deliverance, his hand was only available. ആമേൻ. ഈ പ്രതിസന്ധികളുടെ നടുവിൽ പിതാവിന്റെ മുഖത്തേക്ക് നോക്കി പിതാവ് ദയ തോന്നി ഇന്നുവരെയും നിർത്തി. During all these situations and difficulties, Father God provided his help in times of trouble and helped throughout. യേശു പിതാവിനോട് നിലവിളിക്കുകയാണ്, എൻ്റെ ഉള്ളം കലങ്ങുന്നു കർത്താവേ, എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. നമ്മൾ പലപ്പോഴും നമ്മുടെ ഉള്ളം കലങ്ങുന്നത് നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങൾക്ക് വേണ്ടിയാണ്. Usually we tend to trouble within ourselves by our own problems. Here we can see Jesus was telling his Father, my soul has become troubled, not for a personal problem. യേശു എന്തിനു വേണ്ടിയാണ് കലങ്ങിയത്? Why did he become troubled? തന്നെ യവനായ ദേശത്തേക്ക് കൊണ്ടുവരാനായിട്ട് ആൾക്കാർ വന്നിരിക്കുകയാണ്. Greek came to seek Jesus. ഒരു എസ്കേപ്പിസത്തിന് നല്ല അടുത്ത ഒരു കംഫർട്ട് സോണിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു വലിയ ഒരു ചലഞ്ചിലാണ് യേശു ഇപ്പം നിൽക്കുന്നത്. Jesus Christ was standing in a dilemma whether he needs to go and accept that a good offer or to face difficulty. പക്ഷേ യേശുവിൻ്റെ കാതുകളിൽ 30 വർഷം മുമ്പ് 3.5 വർഷം മുമ്പ് ഒരു ശബ്ദം കേട്ടത് യേശുവിന് പെട്ടെന്ന് ഓർമ്മ വന്നു. But Lord Jesus remembered about 3.5 years before, one sound came and he was hearing in his ears. യേശുവിനോട് പറഞ്ഞായിരുന്നു, നീ വെറുതെ എന്തിനായി ഈ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്നത്? എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ പോരെ, ഞാൻ ഇതെല്ലാം നിനക്ക് അങ്ങ് തരാം. Devil actually uttered or told in his ears, if you worship me, I will give you every splendor of this world. അന്ന് യേശു അവനെ ഓടിച്ചതാ. At that time Jesus casted the devil away. അവസാന നിമിഷത്തിൽ അവൻ വീണ്ടും വരികയാണ്. But finally again devil was coming with some temptation. ഫ്രണ്ട് ഡോറിൽ കൂടെ കടന്നു വന്ന് പരാജയപ്പെട്ടു പോകാൻ ഇപ്പോൾ ബാക്ക് ഡോറിൽ കൂടാണ് വരുന്നത്. First time he came to the front through the front door and he was failed. So now his plan strategy changed. He came and attacked from the back door. നമ്മളെ തകർക്കാൻ ഫ്രണ്ട് ഡോറിൽ കൂടെ പിശാചി വന്ന് സാധിച്ചില്ലെങ്കിൽ അവൻ മറ്റ് പല ഡോറുകളിൽ കൂടെ ശ്രമിക്കും. Usually Satan will try to tempt or test us. If it was not possible through front way, then he might have certain strategies to tempt us. യേശു പിതാവിനോട് നിലവിളിച്ചു. Jesus Christ was crying to the Father. യേശു ഒരു ഉത്തരം ശിഷ്യന്മാരോട് പറയുകയാണ്. Jesus was delivering an answer to the disciples. സ്വർഗ്ഗത്തിൽ നിന്നും പിതാവ് താഴേക്ക് വലിച്ചെറിഞ്ഞ ഗോതമ്പ് മണിയാണ് ഞാൻ. He was saying that I am a grain of sand, a grain of wheat falls into the earth. ഒരു ഗോതമ്പ് മണി കൊണ്ട് 3 കാര്യങ്ങൾ ചെയ്യാം. A grain of wheat, we can do 3 purposes. ഒന്ന്, നമുക്കത് പൊടിച്ച് അപ്പമാക്കി മാറ്റാം. We can grind that grain of wheat and make flour and make some bread. രണ്ടാമത് അത് അതുപോലെ തന്നെ വെച്ചേക്കാം എത്ര വർഷം വേണമെങ്കിലും. Or we can keep that grain for several years in order to have more seeds. മൂന്നാമത് ഈ ഗോതമ്പ് മണി അതെ മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞാൽ വളരെ വിളവുണ്ടാവും. The third purpose is if we throw this grain of wheat to the soil, if it dies, it bears much fruit. നമ്മുടെ ജീവിതവും ഈ 3 രീതിയിൽ ഉപയോഗിക്കാം. We all have a life, or we can use our life also in this 3 way. ഒന്നുകിൽ നമുക്ക് വെറുതെ ഇരുന്ന് ജീവിതം നഷ്ടപ്പെടുത്തി കളയാം. One way, we can sit simply, do nothing, and we can finish our life in this way. ഞങ്ങളുടെ ഇവിടെ തമാശന് ഒരു പാസ്റ്റർ ഒരിക്കൽ പറഞ്ഞതാ, ഒരു സഹോദരി വന്നു, കാരണം ഈ ഫാനിന്റെ കാറ്റടിച്ചിട്ട് പറന്നു പോകുമല്ലോ എന്ന് വിചാരിച്ച് അവർ വന്നതാണെന്ന് പറഞ്ഞു. One man of God actually jokingly said, one sister came and sat on a mat because she was thinking that if someone is not sitting on a mat, it will fly away. ഒരു നിഷ്ക്രിയമായ ജീവിതത്തിന് വേണ്ടി അല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. God didn't call us to live idly. നമ്മൾ ക്രിയാത്മകമായി പോകാൻ ചർച്ചിൽ 1000 ബിലീവേഴ്സ് വേണമെന്നില്ല. If we want to be alert and active, we do not need 1000 plus people in the congregation. കർത്താവിന്റെ കോൾ എപ്പോഴും യൂണിവേഴ്സലി ആണ്. Our Jesus call is universal. പക്ഷേ ആ കോൾ സ്വീകരിക്കേണ്ടത് ഇൻഡിവിജ്വലി ആയിരിക്കണം. But accepting Jesus' invitation is individual. കർത്താവിന് വേണ്ടി സമർപ്പിച്ച ഓരോ വ്യക്തികളെ കൊണ്ടാണ് ദൈവം ലോകത്തെ കീഴ്മേൽ മറിച്ചിട്ടുള്ളത്. Whoever submitted to his call, that persons are mightily used and he turned upside down this whole world. നമുക്ക് ആ ചരിത്രം അനുഭവം എല്ലാം നല്ലപോലെ We are അറിയാവുന്നവരാണ്. all well aware of the history and everything.
എന്നാൽ യേശു തൻ്റെ ജീവിതത്തെ ആമേൻ വെറുതെ വയ്ക്കുവാനോ അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോണിലേക്ക് പോകാനോ അല്ലെങ്കിൽ വല്ലവരും വല്ലവിധേനെ തല്ലിക്കൊല്ലാനോ അല്ല യേശു ആഗ്രഹിച്ചത്. പ്രത്യുത യേശു പിതാവിൻ്റെ മിഷൻ പൂർത്തീകരിക്കാനാണ് സമർപ്പിച്ചത്. Lord Jesus could have done several other things in order to please himself, but he didn't choose any of those ways, but he wants to accomplish the mission of his Father. കർത്താവിനാൽ വിളിക്കപ്പെട്ടവരെ വളരെ ഈസി ആയിട്ടൊന്നും ആർക്കും തൊടാൻ പറ്റത്തില്ല. If a person is called by God and selected by God, no matter, it is not easy to destroy that soul. ഏതാണ്ട് 5 വർഷം 15 പേർ എന്നെ ചേസ് ചെയ്തു. Almost 5 years, almost 15 people of that area chased me in order to kill me. ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചു, കൊല്ലാൻ ആളിനെ വിട്ടു ചർച്ചിനുള്ളിൽ. They attacked us several times and they sent several persons inside our church to kill us. പക്ഷേ ഇന്നു വരെ ഉള്ള എൻ്റെ അനുഭവം ഞാൻ ഒരു വാക്കിൽ പറയാം. But until this moment, I would like to share the testimony of myself. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരുത്തനും നിന്റെ മുൻപിൽ നിൽക്കുകയില്ല. No one shall stand against you throughout your lifetime. നാളത്തെ കാര്യം എനിക്ക് അറിയത്തില്ല. Tomorrow is not in my hand. ഇന്നു വരെയുള്ള അനുഭവം ഒരു മനുഷ്യൻ നമ്മുടെ മുൻപിൽ നിൽക്കാൻ ദൈവം അനുവദിക്കത്തില്ല. Until this day, I am going to assure you with a promise, God will not allow to stand anyone against you. യേശുവിന്റെ ശുശ്രൂഷ തീരുന്നത് വരെ ആർക്കും അവന്റെ അടുത്ത് നിൽപ്പാൻ കഴിഞ്ഞിട്ടില്ല. Until his mission was completed, he was unable to be destroyed by anything. ആമേൻ. അതുകൊണ്ട് നാം ഒരു ഗോതമ്പ് മണി ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുന്ന അവസ്ഥയിലായിരിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. A grain of wheat, if was sitting idly in a comfort zone, it is not in that way we all are called. വലിയ ദൗത്യം ദൈവം നമ്മുടെ കൈകളിൽ തന്നിട്ടുണ്ട്. A great mission was given into each one of our hands. You can go for the mission. നിങ്ങൾക്കൊരു ദൗത്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാം. You can go for a mission. നിങ്ങൾക്ക് അയക്കാം. You can send some missionary. You can send somebody. You can send somebody. നിങ്ങൾക്ക് പോകാം. You can go. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. You can do something. ദൈവം എല്ലാവർക്കും എന്തെങ്കിലും ഒരു കൃപ കൊടുത്താണ് ദൈവം വിളിച്ചിരിക്കുന്നത്. God always provides some one thing or the another gift to everyone. എൻ്റെ ഈ വാക്യത്തിന്റെ പ്രധാന ഭാഗത്തേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. I'm going to come to the main point of my message. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകണം. A wheat, grain of wheat falls into the earth and it should die. ചത്തുവെങ്കിൽ വളരെ ഫലം കായ്ക്കും. If it dies, it bears much fruit. കഴിഞ്ഞ കാല ചരിത്രത്തിൽ ദൈവം ഇതുപോലെയുള്ള ഗോതമ്പ് മണികളെ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. In the history we can see several grains of wheat went to different areas and they fell to the ground and they took the death. That's why still church is expanding. ഒരു മിഷനറിയുടെ കുടുംബത്തിന്റെ സംഭവം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. I would like to share one missionary family's testimony and then I will go to continue. നിങ്ങൾ കേട്ട് കാണും, സ്വീഡൻ സ്വദേശിയായ ഡേവിഡ് ഫ്ലഡ് ആൻഡ് സ്വയ ഫ്ലഡിന്റെ ചരിത്രം. You might have heard about Sweden missionary David Fled. ഡേവിഡ് ഫ്ലഡ് ആൻഡ് സ്വയ ഫ്ലഡ്. David Fled and Svea Fled. 1921 അവർ ബെൽജിയൻ കോങ്കോയിലേക്ക് ദർശനം കിട്ടി വേലയ്ക്കായി പോകുന്നു. In 1921 they went to Belgian Congo for mission purpose. സിറ്റിയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ വെള്ള മനുഷ്യരാണ്, അവിടെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല, വേറെ എവിടെയെങ്കിലും പോയിക്കൊള്ളൂ. When they arrived the city, they were warned, since you are white people, you are not allowed to live in that Congo land. You have to leave this place and live somewhere else. എറിക്സൺ എന്ന് പറയുന്ന ഒരു മിഷനറിയും അദ്ദേഹത്തിന്റെ ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു. Erikson and one another family, Erikson's family also with them. ഇവർ എറിക്സൺ സിറ്റിയിൽ നിന്നു ഇവർ ഉള്ളിലേക്ക് പോയി. Erikson remained in that city and this family went inside the village. ഏകദേശം ഒരു വർഷം പൂർത്തീകരിക്കുന്നതിനുള്ളിൽ ഈ സ്വയായിക്ക് മലേറിയ പിടിച്ചു. Within a year, the Svea, the wife of that family, got malaria. മാൽന്യൂട്രീഷനാൽ അവർ ഭാരപ്പെട്ടു. During malnutrition, they suffered malnutrition. ഇന്റീരിയർ സ്ഥലത്താണ് They താമസിക്കുന്നത്. were living in an interior place. അവൾ ഗർഭവതിയായി. She became pregnant. മലേറിയ സിവിയറായി. Malaria got severe. ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. She delivered a baby. സ്വയ മരിച്ചുപോയി. Svea died. ഡേവിഡ് നിരാശനായി തീർന്നു. David became disappointed. ദൈവം എൻ്റെ ഭാര്യ എന്നിൽ നിന്നും എടുത്തു.
God took my wife from me, എനിക്ക് ചെയ്തതെല്ലാം ദൈവം ദോഷമായി ചെയ്തു. he was thinking that everything came to in a bad way. എനിക്ക് ഇതുപോലെ ഒരു ദൈവത്തെ വേണ്ട, ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകും. He was thinking that I do not want a God who is treating me like this. അതെ, ആഗി എന്ന് പറയുന്ന ഈ കുഞ്ഞിനെ മറ്റേ മിഷനറുടെ കയ്യിൽ എടുത്തിട്ട് അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് പോയി. This baby was named Aggie. This Aggie was handed to the other missionary family's hand, and he left that place and went to his own land. ആഗി അമേരിക്കയിലാണ് വളർന്നത്. Aggie brought up in the United States of America. അവളൊരു ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ചു. Aggie got married to a young man. അവര് അതിലൊരാൾ, ഞാൻ വന്നപ്പോൾ ജോയിച്ചാനോട് ചോദിച്ചു, ക്രിസ്ത്യൻ കോളേജ് ഏതാണ്? സിയാറ്റിൽ ആ കോളേജിന്റെ പ്രസിഡന്റായിട്ട് അദ്ദേഹത്തിന് ജോലി കിട്ടി. In a Seattle one Christian college, he got a job as a president of that Christian college. അവിടെ വെച്ച് ഒരു സ്വീഡിഷ് മാഗസിൻ ഈ പെൺകുട്ടിയുടെ കയ്യിൽ കിട്ടി. That Aggie got a Swedish magazine in the university. ഒരു ശവകുടീരം, one graveyard, അതിലൊരു കുരിശ്, and she saw a graveyard. എന്തോ എഴുതിയിരിക്കുന്നു. Something was written on the അവൾ graveyard. ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിച്ചു. She translated that writing. സോയ എന്ന് പറയുന്ന ഒരു മിഷണറി മരിച്ച സ്ഥലമാണിതെന്നുള്ള വാർത്തയാണത്. She came to realize Swea, a missionary, died over here. അതെ, ഇതിനുള്ളിൽ എന്താണ് സംഭവിച്ചത്? What happened during this time? ആമേൻ. ഈ സ്വയ എല്ലാ ദിവസവും അവർക്ക് ഈ വെജിറ്റബിൾ കൊണ്ട് കൊടുക്കുന്ന ഒരു 13 വയസ്സുകാരനായ ചെറുപ്പക്കാരനുണ്ടായിരുന്നു. Swea was received vegetable every day by a 13-year-old boy. സ്വയ അവളോട് വചനം പറഞ്ഞു. Swea അദ്ദേഹത്തോട് actually വചനം shared പറഞ്ഞു. gospel with that young boy. അവൻ രക്ഷിക്കപ്പെട്ടു. Young boy got salvation. അവന്റെ വില്ലേജിൽ ഒരു സ്കൂൾ തുടങ്ങി. That young boy started a school in the village. 600 കുട്ടികൾ രക്ഷിക്കപ്പെട്ടു. 600 kids got salvation. അവരുടെ പേരന്റ് രക്ഷിക്കപ്പെട്ടു. Their parents became born again. ഇദ്ദേഹം 1,10,000 പേരുടെ ഒരു പാസ്റ്ററായി മാറി. That person became a pastor of almost 100,000 people. ആ വാർത്തയാണ് ഈ മാഗസിനിലുള്ളത്. This message was in the magazine. Swea opened and saw it. ഇവരുടെ വെഡിങ് ഡേയുടെ 25ാമത്തെ വർഷം ഇവർക്ക് സ്വീഡനിൽ പോകാൻ സാവകാശം കിട്ടി. And she got the privilege during the 25th wedding anniversary to visit the place. സ്വയ പപ്പായെ പോയി കണ്ടു. Swea went and saw her dad. അദ്ദേഹം പറഞ്ഞു, ആഗി എന്നോട് സംസാരിക്കരുത്. That father told Aggie, my daughter, don't talk with me. ദൈവത്തെക്കുറിച്ച് എന്നോട് പറയരുത്. Don't talk with me about God. ദൈവം ദോഷമായിട്ട് ചെയ്തു. God actually do every bad thing to me. സ്വയ പറഞ്ഞു, Swea replied, പപ്പാ, Daddy, വിഷമിക്കരുത്. do not be sad. നമ്മുടെ ദൈവം വിശ്വസ്തൻ. Our Lord is a faithful എന്റെ God. മമ്മി ആ ദേശത്തിന് വേണ്ടി ജീവൻ കൊടുത്തു. My mom gave her life for that land. അന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന ആ ചെറുപ്പക്കാരൻ ഇന്ന് 1,10,000 പേരുടെ പാസ്റ്ററാണ്. That man who came to your home at that day, he became a pastor of 100,000 people in a അദ്ദേഹം congregation. ലണ്ടനിൽ വലിയൊരു കോൺഫറൻസിന് വന്നു. That man of God came to a big conference in ഇവർ അവിടെ London. ചെന്നു. They went to London. ഇവരെ കൂട്ടിക്കൊണ്ട് ബെൽജിയൻ കോങ്കോയിലേക്ക് പോയി. They together went to Belgian Congo. അമ്മയുടെ ശവകുടീരം കാണിച്ചു. They saw the graveyard of their ആ own mom. ശവകുടീരത്തിന് മുന്നിൽ അവൾ മുട്ടുകുത്തി കരഞ്ഞു. Aggie bowed down before that graveyard and started അവൾ to ഒരു cry. വാക്യം കണ്ടു. She saw a verse on the യോഹന്നാന്റെ graveyard. സുവിശേഷം 12:24. She saw this verse, John chapter 12 verse ആ മനുഷ്യൻ 24. പറഞ്ഞു, നിങ്ങളുടെ അപ്പനും അമ്മയും ഒരു ഗോതമ്പ് മണിയായിരുന്നു. That man testified, your parents were a grain of wheat. അവർ കണ്ണുനീരിൽ വിതച്ചു. They sowed in tears. അവർ യേശുവിന് വേണ്ടി ചെയ്തത് വൃഥാവായില്ല. It was not in vain whatever they did for Jesus. ഇന്നും ലോകത്തിൽ ഇത് നടക്കുന്നു. Still this is happening. നമ്മുടെ in the തലമുറകളെ world. കൊണ്ട് ദൈവത്തിന് ചെയ്യാൻ കഴിയും. With our generation, he can do it. നാം ഏത് തെരഞ്ഞെടുക്കും? Which one we will choose? കംഫർട്ട് സോണിൽ ഇരുന്ന് മരിക്കുമോ? Do we want to choose the comfort zone and die അതോ there? കർത്താവിന് വേണ്ടി വലിച്ചെറിയപ്പെടുമോ? Or are we ready to die for അതോ him? ആരെങ്കിലും നമ്മുടെ ജീവിതം കൊണ്ട് ലാഭം ഉണ്ടാക്കുമോ? Or someone else will make profit through our life? വല്ലവരും ജീവിക്കാൻ വേണ്ടിയുള്ളതല്ല നമ്മുടെ ജീവിതം. Nobody wants to take a profit out of our own precious life. ഈ ലോകത്തിൽ ചിലർക്ക് ജീവൻ കൊടുക്കണം. We need to give life to certain people. നിത്യജീവൻ കൊടുക്കണം. We need to give eternal ആ life. മിഷനിലേക്ക് നമുക്ക് ഓടാം. We need to run to that mission. അതിനായി വരുന്ന എല്ലാറ്റിലും നമ്മുടെ പിതാവിനോട് ആശ്രയിക്കാം. We can trust in our Father for whatever we need in that race. ഇത്രയും വിലപ്പെട്ട സമയം തന്ന സഭയ്ക്ക് ദൈവദാസിന് വളരെ നന്ദി. Thank you for this precious time you have given to me. താങ്ക് യു സോ മച്ച്.